ആദ്യമായിട്ടാ എന്നെ തിരക്ക് ഒരാൾ വരുന്നത്. ഗായത്രിയുടെ അച്ഛൻ, അതായത് വിശ്വൻ ചേട്ടൻ. ശരിക്കും പറഞ്ഞാല് നല്ലൊരു മനുഷ്യനായിരുന്നു. എന്നേക്കാൾ ഒരുപാട് വയസ്സ് മൂത്തതായിരുന്നു വിശ്വൻ ചേട്ടൻ. ഇത്രയും നല്ലൊരു കുടുംബ സ്നേഹമുള്ള ഒരാളെ ഞാൻ പിന്നെ കണ്ടിട്ടേയില്ല. പക്ഷേ ആ ഭാരതി ഒറ്റ ഒരുത്തിയാ വിശ്വേട്ടന്റെ ജീവിതം തകർത്തത്. അത് പിന്നെ ഇന്നും അങ്ങനെയാണല്ലോ. ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി ഒരു കുടുംബം ചിന്ന ഭിന്നമായി പോകാൻ. പെണ്ണു മാത്രമല്ല അങ്കളെ, ഒരാണ് വിചാരിച്ചാലും മതി കുടുംബം ചിന്ന ഭിന്നമാകാൻ. അത് ശരിയാ. ഗായത്രിയെ വിശ്വേട്ടന് ജീവനായിരുന്നു. പക്ഷേ ഭാരതിയുടെ മോന് അതൊട്ടും ഇഷ്ടമല്ലായിരുന്നു. അതൊക്കെ അറിയാങ്ങളെ. ഞാനിപ്പോൾ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയാനായിട്ടാണ്. മുത്തശ്ശൻ അമ്മയുടെ പേർക്ക് എവിടെയോ കുറച്ച് വസ്തു വാങ്ങിയിട്ടിട്ടുള്ളതായിട്ട് അറിയാം. അതെവിടെയാണെന്ന് അങ്കിളിന് അറിയോ? അറിയാവന്നോ? അതെന്തൊരു ചോദ്യാ മോനെ. ഞാനല്ലേ ആ വസ്തു വാങ്ങിക്കൊടുത്തത്. 2.5 ഏക്കർ വസ്തുവായിരുന്നു അത്. എത്ര? 2.5 ഏക്കർ. എന്താ മോനെ, ഗായത്രി നിങ്ങളോടൊന്നും ഈ വിവരം പറഞ്ഞിട്ടില്ലേ? ഇല്ലെങ്കില് അമ്മയ്ക്ക് പോലും ഇങ്ങനൊരു വസ്തുവിന്റെ കാര്യം അറിയില്ലായിരുന്നു. അപ്പൊ ഭാരതി മോനും ഗായത്രിയെ ആ വിവരം അറിയിച്ചില്ലായിരുന്നു? അതെ, മോൻ എന്തിനാ ഇപ്പൊ ഈ വിവരം വന്ന് ചോദിച്ചത്? ഈശ്വര, ഞാൻ എന്താ ഈ കേൾക്കണേ? അപ്പൊ ഇത്രയും കാലം ഭാരതിയും മോനും കൂടെയാണ് ആ വസ്തു അനുഭവിച്ചിരുന്നത്? അതെങ്കില് ഇത് ചതിയാ മോനെ. ആ വസ്തു എവിടെയാണെന്ന് അറിയാമോ?